ഹായ് ഹലോ നമസ്കാരം. ജെയിംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലാലേട്ടന്റെ മാസും പൃഥ്വിരാജിന്റെ എന്റർടൈനറും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഏറ്റവും പുതിയ പോസ്റ്റർ. ആൻഡ് ഗുരുവായൂർ അമ്പല നടയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എന്റർടൈനർ ആയിരിക്കും. നല്ലൊരു ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഭയങ്കര കോമഡി ഒക്കെ നിറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കുന്നതാണ്. സോ ആദ്യം ഏത് വേണം? മലൈക്കോട്ടെ വാലിബൻ വേണോ അതോ ഗുരുവായൂർ അമ്പല നടയിൽ വേണോ? ഗുരുവായൂർ അമ്പല നടയിൽ ആദ്യം എടുക്കാം, കാരണം ഏറ്റവും ബെസ്റ്റ് അറ്റ് ദി ലാസ്റ്റ് എന്നാണല്ലോ. ഇതും ബെസ്റ്റ് തന്നെയാണ്. എനിവേ പോസ്റ്റർ വന്നിട്ടുണ്ട്, എടുക്കട്ടെ കേട്ടോ. 6 മണിക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വന്നിട്ടുണ്ട്. ആ നല്ല ഈ ഒരു ഒരൊറ്റ ലുക്കിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ. സോ ആ പിറകിലുള്ള ആ ഗുരുവായൂരപ്പന്റെ ആ ഇത് കാണിക്കുന്നുണ്ട്. അതിന്റെ നടയിൽ നിൽക്കുന്ന പോലെ തന്നെ മുൻപിൽ ഒരു കല്യാണ പാർട്ടി മുഴുവൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതാണ് കാണിച്ചിട്ടുള്ളത്. ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞില്ലേ, ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ പോലത്തെ അതിന് വേണ്ട ഒരു എല്ലാ ചേരുവകളും അടങ്ങിയിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു പടമായിരിക്കും പ്രോമിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ തന്നെ വന്നിട്ടുണ്ട്. ആ പേര് തന്നെ നല്ല രസമാണ്. പക്ഷേ ഈ പേര് ഇറങ്ങിയപ്പോൾ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. BJP-യുടെ ഏതൊരു നേതാവ് അതിന് മോശമായിട്ട് പറയുകയും പൃഥ്വിരാജിനെതിരെ ഭീഷണി മുഴക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ കേസ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ഓർമ്മ കിട്ടിയപ്പോൾ, അല്ലാതെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. സോ ഇവിടെ വരുമ്പോൾ സുപ്രിയ മേനോൻ അവതരിപ്പിക്കുന്ന വരുന്ന മീനത്തിൽ അടിപൊളി. ഇനി സൂം ചെയ്ത് നോക്കണം, അല്ലാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല. ഒരുപാട് താരങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം അത്ര അധികം ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ജഗദീഷ് ചേട്ടൻ, ജാഫർ, തമിഴിലെ നമ്മുടെ സൂപ്പർ സ്റ്റാർ പുള്ളിക്കാരനൊക്കെ നല്ല കോമഡി ആയിരിക്കും ഇതില്. പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ആ കണ്ടന്റ് ക്രിയേറ്റർ, പേര് എനിക്ക് പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടാട്ടോ, ഞാൻ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ. ആൻഡ് അനശ്വര രാജൻ. അനശ്വര ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തൊരു നടിയാണ്. പക്ഷെ അഭിനയം കൊണ്ട് ഒരു രക്ഷയില്ലാതെ ഞെട്ടിക്കുന്ന അഭിനയമാണ്. കാരണം ഏജിനും അപ്പുറത്തേക്ക് വളരെ മെച്ചൂർഡായിട്ടുള്ള ക്യാരക്ടറൊക്കെ വളരെ പക്വതയോടുകൂടി അവതരിപ്പിക്കുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ബേസിലിന്റെ പേരാണ് അനശ്വര. രണ്ടുപേരുടെയും കല്യാണമാണ്. അതിന് തൊട്ടിപ്പുറത്ത് നിഖില വിമൽ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ട്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ നിഖില വിമലാണ്. നല്ല രസമാണ് അത്. പുള്ളി എല്ലാ കഥാപാത്രങ്ങളും ക്യൂട്ട്നെസ്സും മെച്യൂരിറ്റിയും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് പൃഥ്വിരാജിന്റെ പേരായിരിക്കും. ആൻഡ് ഇപ്പുറത്ത് നമ്മുടെ സുന്ദരൻ പൃഥ്വിരാജ് സുകുമാരൻ, എന്റെ വൺ ഓഫ് ദ എന്ന് പറയാൻ പറ്റില്ല, എന്റെ ഫേവറേറ്റ് ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്ക ലാലേട്ടനൊന്നും കൂട്ടാതെ കേട്ടോ, അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. സോ അത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പൊ ഇത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്, കാരണം എല്ലാവരുടെയും മുഖത്ത് ഓരോന്ന്. ജാഫർ ഖാന്റെ മുഖത്തൊക്കെ വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ജഗദീഷ് ചേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞറിയില്ല, വിട്ടുപോയെന്ന് അറിയില്ല. പുള്ളിക്കാരൻ അറിയാലോ, ജഗദീഷ് 2.0 എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ആ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഥുൻ മാനുവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരന്റെ ഒരു അച്ഛൻ കഥാപാത്രം തന്നെയാണ് ഇതിൽ. ആൻഡ് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള അഭിനയമായിരിക്കും, ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഇതിലെ കാസ്റ്റ് തന്നെ അടിപൊളിയാണ്. ഇത്രയും ആളുകൾ വരുമ്പോൾ ഒരു തുടക്കം മുതൽ അവസാനം വരെ 2-2.5 മണിക്കൂർ നേരം ശരിക്കും ഒരു പക്ക എന്റർടൈനർ ആയിരിക്കും. സോ അതിന്റെ താഴെ തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, ഈ വർഷത്തെ ഏറ്റവും വലിയ എന്റർടൈനർ ലോഡിങ്. മേ ബി അത് സത്യമാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ആൻഡ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഇത് പുറത്തുവിടുന്നത്. ആൻഡ് ബേസിൽ പൃഥ്വിരാജ് കോംബോ, രണ്ടുപേരുടെയും അഭിനയം 2 തരത്തിലാണ്. ഈ പൃഥ്വിരാജ് പക്ഷേ ഈ ഗോൾഡിലൊക്കെ പോലെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ മാച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ബേസിൽ ഫാലിമിലടക്കം നമുക്കറിയാം അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഭയങ്കര നൈസായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരു ഏട്ടൻ അനിയൻ സംഭവമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ബേസിലിന്റെ ഒരു കുസൃതിയും സംഭവങ്ങൾ നിറഞ്ഞുള്ള അഭിനയവും പൃഥ്വിരാജിന്റെ മെച്യൂരിറ്റിയോട് കൂടെയുള്ള കോമഡി സാധനം, അല്ലാതെ പക്കാ കോമഡിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വലിയ രസമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള, എന്നാൽ അതിന്റെ കൂടെ ഈ അനിയന്റെ പൊട്ടത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന തരത്തിലുള്ള ഏട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമായിരിക്കും കണ്ടോണ്ടിരിക്കാൻ. ഊഴം എന്ന് പറഞ്ഞ സിനിമ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് അതിലെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലെ അഭിനയം, പൃഥ്വിരാജിന്റെ അഭിനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അത്തരത്തിലുള്ള കഥാപാത്രം ആയിരിക്കാം മേ ബി. അതിന്റെ വേഷവിധാനങ്ങളൊക്കെ കല്യാണത്തിന്റെയാണ്. പിന്നെ നിഖില വിമൽ പൃഥ്വി പേര് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരാണെങ്കിൽ ഇതിൽ ആ ഒരു കപ്പിൾ സംഭവം വന്നിട്ടില്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ അത് നല്ല രസമായിരിക്കും തോന്നുന്നുണ്ട്. ആൻഡ് അനശ്വര തീർച്ചയായിട്ടും ഈ നിപ്പ് കണ്ടിട്ട് ഒരു കോമഡി പീസ് ആയിരിക്കും തോന്നുന്നുണ്ട്. ഒരു പൊട്ടത്തിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ബേസിലും ഭയങ്കര മാച്ചാണ്, പക്ഷെ ബേസിനേക്കാളും ഹൈറ്റ് ഉണ്ട്. ഞാൻ ചെരുപ്പിട്ടിട്ടാണാവോ. സോ
അടിപൊളി കിട്ടും, അടിപൊളി, ശരിക്കും നല്ല രസമുണ്ട്, നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി അത് പോട്ടെ, ഇനി നമുക്ക് പറയാനുള്ളത് മലൈക്കോട്ടെ വാലിബന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 5:30 വന്നതാണ്, ഞാൻ ഇതിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന ഇത് എടുത്തു വെച്ചാണ്. കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ, ഇതാണ് പോസ്റ്റർ. എന്താ പറയാ, നമ്മൾ മറ്റ് പോസ്റ്ററൊക്കെ തന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഒന്നുമല്ല, ഒരുപാട് ആളുകളുണ്ട്, ബട്ട് സ്റ്റിൽ ആ ഒരു ക്വാളിറ്റി ആ പോസ്റ്ററിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ജസ്റ്റ് ലാലേട്ടന്റെ ഒരു ഫുൾ ആയിട്ടൊരു സാധനം തന്നില്ല. ലാലേട്ടൻ ആ ഉപയോഗിച്ചിരുന്ന ഒരു സന്യാസമാരൊക്കെ ഉപയോഗിച്ച പോലത്തെ ആ റെഡ് ഒരു തുണി ഉണ്ടല്ലോ, അതിങ്ങനെ ബാക്കിൽ പറക്കുന്നുണ്ട്. ആൻഡ് ലാലേട്ടന്റെ വലിയ മുഖമായിട്ട് ലാലേട്ടനെ കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ എന്തോ ഒരു എന്താണ് സാധനം എന്നുള്ള ഒരു നോട്ടാണ്. ഹരീഷ് പേരടി, പിന്നെ ബാക്കിയുള്ള ഒരാളുടെ പോലും പേര് എനിക്ക് അറിയില്ല. ഇതില് ഒരു മന്ത്രവാദിനി ലുക്കുള്ള ഒരു അമ്മൂമ്മ കഥാപാത്രമുണ്ട്, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, ചെണ്ട കൊട്ടുന്ന ആള്. ഈ ചെണ്ട കൊട്ടുന്ന ആളിനെയാണ് തോന്നുന്നു ആ ഫസ്റ്റ് ഒരു അനൗൺസ്മെന്റ്, പാട്ടിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ചെണ്ട കൊട്ടുന്ന ആള്, കാളവണ്ടിന്റെ കൂടെ ഉള്ള ആള്. ആൻഡ് പെട്ടെന്ന് നമുക്ക് നോട്ടം പോകുന്നത് ആ രാജാവിനെ പോലെയുള്ള, നമ്മൾ പടയാളിയാണെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഒരു സിൽവർ ടൈപ്പ് തലയിൽ ഇട്ടിരിക്കുന്ന ആ ചെങ്ങലിന്റെ സിൽവർ ടൈപ്പ് ഒരു ഒരു എന്താ പറയുക, കിരീടം പോലത്തെ ഒരു സാധനം, അതാണ് അങ്ങനെ തോന്നിയിരുന്നത്. പക്ഷെ ഇവിടെ ഫുൾ സ്വർണ്ണത്തിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. അതിന്മേൽ സിൽവർ കൊണ്ട് എന്തോ പതിച്ചിട്ടുണ്ട്. ഫുൾ ചെങ്ങലയാണ് ഡ്രസ്സ്. എന്താ പറയാ, പണ്ടത്തൊക്കെ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ പണ്ടത്തൊക്കെ ഈജിപ്ഷ്യൻ ഇവരൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലൊരു ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരനുണ്ട്. പിന്നെ ഇത് ആ സോങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ലേഡി ക്യാരക്ടർ, ആ കയ്യിലെ കൊട്ടയും ഇതൊക്കെ വെച്ചിട്ട് ഒരു നാടൻ കഥാപാത്രമായിരിക്കാം. മീൻസ് ആ നാട്ടിലെ ആ സ്ട്രീറ്റിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് അങ്ങനത്തെ ഒരാളുണ്ടാവുമല്ലോ, ഈ എന്താ പറയാ, കോമൺ ആയിട്ട് നമ്മൾ കാണില്ലേ എന്തെങ്കിലും സാധനം വിൽക്കാനൊക്കെ നടക്കുന്ന ഒരു ആ ലോക്കൽ ആയിട്ടുള്ള ഒരാൾ, അത്. പിന്നെ വേറെ ലേഡി ക്യാരക്ടർ ഉണ്ട്, മൂക്കിനേക്കാളും വലിയൊരു മൂക്കുത്തിയെ കുത്തിയിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അത് ആരാന്ന് എനിക്ക് അറിയില്ല, പേരറിയില്ല, ബട്ട് നല്ല കണ്ണ്. അപ്പോ ആ ക്യാരക്ടർ ഉണ്ട്. പിന്നെ മലൈക്കോട്ടെ വാലിബൻ. ആൻഡ് ഈ ഇവിടെ കണ്ട പുള്ളിക്കാരൻ തന്നെയാണ് തോന്നുന്നു, പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും ഈ രാജാവിനെ പോലെ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാൾ തന്നെ തോന്നുന്നു. ഇങ്ങനെ അലറുന്നുണ്ടാകും ആ സാധനം, ബാക്കിൽ സൂര്യൻ, അവിടെ കുറെ ആരൊക്കെയോ ഓടുന്നു, ആരൊക്കെയോ എന്തൊക്കെയാവുന്നു. സോ ഇതിലും എന്താണ് സംഭവം എന്നൊരു പിടി ഇവർ തന്നിട്ടില്ല. അത് LCP ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കുറെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇനി പ്രതീക്ഷിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഒരു സമയത്ത് വേറൊരു സാധനം തരും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനം പിന്നെ തരും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു സാധനം തരും, ചിലപ്പോൾ ഭയങ്കര മാസ് തരും. സോ എന്താണ് തിയേറ്ററിൽ ഞങ്ങൾ കണ്ടോല അമ്പട പൊളിസു ആ സാധനം. സോ കൊള്ളാം. ഇതാണ് മലൈക്കോട്ടെ വാലിബന്റെ പോസ്റ്റർ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാലേട്ടന്റെ മാസും പൃഥ്വിരാജിന്റെ എന്റർടൈനറും. സോ അത് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സാധനങ്ങളാണെന്ന് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് ഈ സംഭവമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. എനിവേ രണ്ട് സിനിമയും ആ രണ്ടിന്റെയും ആ ഒരു ഇതിവൃത്തത്തിൽ ഭയങ്കരമായ സിനിമകളാകാൻ സാധ്യതയുള്ള സിനിമയാണ്. ആൻഡ് നമ്മൾ ഈ കുറെ മാസും കുറെ അങ്ങനത്തെ കുറെ സിനിമകൾ കണ്ട് 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 നല്ലൊരു എന്റർടൈനർ കാണാനുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. 2023 അങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില നല്ല നല്ല സിനിമകൾ കിട്ടിയിരുന്നു, ഫീൽ ഗുഡ് സിനിമകൾ അടക്കം. അപ്പൊ മഹേഷ് മാരുതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത് വലിയ സംഭവമൊന്നുമല്ല, ഒരുപാട് ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടോന്നും അറിയില്ല, പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. അതുപോലെ കുറെ സിനിമകൾ വന്നു. ഇപ്പൊ ഫാലിമി നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. അങ്ങനെ 24 വരാൻ പോകുന്ന മികച്ചൊരു എന്റർടൈനർ, ഒരു ഫാമിലി എന്റർടൈനർ ആയിരിക്കും തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലനടയിൽ. സോ റിയലി 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 ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. സോ മലൈക്കോട്ടെ വാലിബൻ നേരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര മാസമായിട്ടുള്ള ഒരു സാധനം, പ്ലസ് എന്താണെന്ന് അറിയാത്തൊരു സാധനം. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. 25-ാം തിയേറ്ററിൽ അത് കാണുന്നവരെ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം അത്തരത്തിലാണ് ഇവർ ഇതിന്റെ ബിൽഡ് ചെയ്യുന്നത്. അതായത് ഒരേ സമയം ഒരുപാട് പ്രതീക്ഷ തരെയും, ഒരേ സമയം ഒരു ഹൈപ്പ് തരെയും, അതേ സമയം തന്നെ നമുക്ക് നിങ്ങളതൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ, അത് നിങ്ങൾ വിചാരിക്കുന്ന സാധനം അല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഏതിനാണ് കാത്തിരിക്കുന്നത് ചോദിക്കുന്നില്ല, ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും മലൈക്കോട്ടെ വാലിബനായിരിക്കും. എന്നാലും നല്ലൊരു എന്റർടൈനർ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ ഗുരുവായൂർ അമ്പലനടയിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. പെടുക്കരുത് കേട്ടോ, കമന്റിൽ ഒന്നാലും പെടുക്കണ്ട, കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ